സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്. ഇത് സ്കാൻഡിനേവിയൻ കൺട്രീസ് ആണ്. ഈ കൺട്രീസിന് അവരുടേതായ യുണീക്ക് ലാൻഡ്സ്കേപ്പും അവരുടേതായ യൂണിക് കൾച്ചറും അതുപോലെ പല സിമിലാരിറ്റീസും ഉള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഇവരെ ഷെയർ ചെയ്യുന്ന കുറെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സും വളരെ കോമൺ ആയിട്ടുള്ളതാണ്. യൂറോപ്പിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് രാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ ഇവരാണ്. അതേപോലെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതുപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതേപോലെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ ഹൈ ആണ്. ഈ രാജ്യങ്ങൾ അവരുടെ സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്യുന്ന പെൻഷൻ പ്ലാൻസ് ആണെങ്കിലും റിട്ടയർമെന്റിന്റെ കാര്യങ്ങളാണെങ്കിലും ഈ രാജ്യങ്ങളിലുള്ള സിറ്റിസൺസ് വളരെ ഹാപ്പിയസ്റ്റ് സിറ്റിസൺസ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ അറിയപ്പെടാനുള്ള കാരണം. പല ഇമിഗ്രേഷൻ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലേക്ക് ചെല്ലാനും അവിടെ സെറ്റിൽ ആവാനുമുള്ള ഓപ്ഷൻസ് ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടം വരെ വളരെ ടഫായിരുന്നു. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിൽ അവരുടെ ലാംഗ്വേജ്, ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ ലാംഗ്വേജ് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. അവരുടെ ലാംഗ്വേജ് പഠിച്ച് ആ നാട്ടിൽ സെറ്റിൽ ആവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മറ്റു പല രാജ്യങ്ങളിലെയും പോലെ ഈ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് ടീച്ചിങ് മെത്തേഡിലുള്ള ഒരു കോഴ്സ് എടുത്തിട്ട് പോയി നമുക്ക് അവിടെ ജോലി ചെയ്യാനും അതിനുശേഷം അവിടെ സെറ്റിൽ ആവാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് കുറയുന്നത് കൊണ്ട് തന്നെ എന്നാൽ അവിടെയുള്ള ലേബർ ഷോർട്ടേജും അവിടെയുള്ള സ്കിൽഡ് ലേബേഴ്സിന്റെ റിക്വയർമെന്റും വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാജ്യങ്ങളിലൊക്കെ അവരുടെ ഇമിഗ്രേഷൻ പോളിസീസിൽ ഒരുപാട് ചേഞ്ചസ് അവർ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഒരു പക്ഷേ നമ്മളുടെ നാട്ടിൽ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ നിന്നും പലവർക്കും അവിടെ പോയി സെറ്റിൽ ആവാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പറയുന്ന 3 സ്കാൻഡിനേവിയൻ കൺട്രീസ്. ഈ കൺട്രീസിൽ എങ്ങനെ ഒരു സ്റ്റുഡൻറ് വിസയിൽ പോയി അവിടെ സെറ്റിൽ ആവാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. മറ്റ് പല രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് വളരെ കുറവാണ്. സ്വീഡനെ പോലെയുള്ള രാജ്യമോ ഫിൻലാൻഡൊക്കെ വളരെ വാസ്റ്റ് നേഷൻ ആണെങ്കിൽ പോലും വളരെ ഒരു ചെറിയ ഏരിയയിൽ മാത്രം കൂടുതലും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രീസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റീസിന്റെ നമ്പേഴ്സും വളരെ കുറവാണ്. ആ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ഇൻടേക്കും വളരെ കുറവാണ് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പഠിക്കാൻ പോസിബിലിറ്റീസ് ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവെ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രീമിലും ഉള്ള കോഴ്സസ്, സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന സ്റ്റുഡൻസിന് എല്ലാവിധ കോഴ്സുകളും അത് UG ആൻഡ് PG കോഴ്സസ് പോസിബിൾ ആണ്. പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ ട്യൂഷൻ ഫീസ് ഇല്ലാതെ തന്നെ പോയി പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അവരുടെ ആ പോളിസീസിൽ അവർ കുറച്ച് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ 2 സെമിസ്റ്ററിലെ ട്യൂഷൻ ഫീസ് പേ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയി അവിടെ പോയി നമ്മളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇന്ന് ഇവർ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. കോഴ്സിന്റെ ഉടനീളം സെമിസ്റ്റർ വൈസ് ആണ് നമുക്ക് ഫീസ് പേയ്മെന്റ് വരുന്നത്. അതിൽ തന്നെ ഓരോ സ്ട്രീം അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ബിസിനസ് പ്രോഗ്രാംസിനാണെങ്കിൽ ഏകദേശം ഒരു സെമ്മിന് വരുന്ന ഫീസ് യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്ത് ഏകദേശം ഒരു 5,000 to 7,000, അല്ലെങ്കിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന്റെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6,000 to 9,000 പെർ സെം യൂണിവേഴ്സിറ്റി ഫീസ് വരുന്നത്. ഇത് ഞാൻ യൂറോയിലാണ് പറയുന്നത്. USA-യോ ഓസ്ട്രേലിയയോ കമ്പയർ ചെയ്യുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഫീസ് വളരെ കുറവാണ്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഓസ്ട്രേലിയ അല്ലെങ്കിൽ USA യൂണിവേഴ്സിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവരോട് തുല്യമായോ അല്ലെങ്കിൽ ഏകദേശം ഗ്ലോബൽ റാങ്കിങ്ങിൽ 1000-നുള്ളിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് ഇതെല്ലാം. ഇനി മേജർ ആയിട്ടുള്ള ഇൻടേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ 2 ഇൻടേക്കുകളാണ് ഈ രാജ്യങ്ങളിലേക്കെല്ലാം ഉള്ളത്. പ്രധാനമായിട്ടും ജനുവരി ഇൻടേക്കും പിന്നീട് അതിനുശേഷം സെപ്റ്റംബർ ഇൻടേക്കുമാണ് ഒരു വർഷത്തേക്ക് ഉള്ളത്. നമുക്ക് വിസ ഡോക്യുമെന്റേഷൻ പീരീഡ് ഇതിനാവശ്യമുണ്ട്. ഏകദേശം 6 മന്ത്സോളം നമുക്ക് ടോട്ടൽ വിസ പ്രോസസ്സിങ്ങിനായിട്ട് നമുക്ക് വേണ്ടി വരും. പക്ഷേ മറ്റു പല കൺട്രീസിലെ പോലെ നമുക്ക് എംബസി വിസിറ്റിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഫുൾ വിസ ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. അതും നമ്മളുടെ അപ്ഡേറ്റഡ് ഡോക്യുമെന്റ്സ് എല്ലാം കളേർഡ് കോപ്പി ആയിട്ട് അപ്ലൈ ചെയ്ത് ഓൺലൈനിൽ ത്രൂ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വിസ പ്രോസസ്സിങ്ങിന് പോകാൻ പറ്റും. 200 യൂറോ മാത്രമാണ് ടോട്ടൽ നമ്മുടെ വിസ ആപ്ലിക്കേഷൻ കോസ്റ്റ് വരുന്നത് എന്നുള്ളതും പ്രധാനമാണ്. മറ്റു പല കൺട്രീസും ഫോളോ ചെയ്യുന്നത് പോലെ നമ്മൾ ആദ്യം ട്യൂഷൻ ഫീസ് അടച്ചതിന് ശേഷം പ്രോസസ്സിങ്ങിന് പോവുക എന്നൊരു കാര്യം ഇതിൽ ആക്ച്വലി വരുന്നില്ല. നമ്മളുടെ പ്രോസസ്സിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി നമ്മുടെ വിസ പ്രോസസ്സിങ്ങിന് പോകുന്നതിന് മുമ്പ് ആയിട്ടാണ് ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ട്യൂഷൻ ഫീ പേയ്മെന്റ് വരിക. അതുപോലെ ICSE, CBSE സിലബസുകളിൽ പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് വേവർ, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വേവർ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ബോത്ത് ഡിഗ്രി പ്രോഗ്രാംസിനാണെങ്കിലും
മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിലാണെങ്കിലും അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് CBSE അതേപോലെ തന്നെ ICSE സിലബസുകളിൽ പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി IELTS വേവർ കിട്ടും. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് പാസ്സായ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് IELTS മാൻഡേറ്ററി ആണ്. ഇൻഡിവിജ്വൽ 5.5ഉം ബാൻഡ് സ്കോർ 6.5ഉം ആണ് ഇതിൻ്റെ അകത്തുള്ള റിക്വയർഡ് സ്കോർ. അത് അക്കാഡമിക്കിൽ എടുക്കണം. അവിടെ സക്സസ്ഫുള്ളി കോഴ്സ് പഠിച്ച് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. നമ്മൾ അവിടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയതിനു ശേഷം നമുക്ക് ഒരു 29,600 യൂറോ ആനുവൽ സാലറി ഉള്ള ഒരു ജോബ് ഓഫർ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ വർക്ക് പെർമിറ്റിലോട്ട് മാറാനും അതിനുശേഷം വർക്ക് പെർമിറ്റിൽ നിന്നിട്ട് നമുക്കൊരു PR നേടാനും ഉള്ള പോസിബിലിറ്റി ഈ രാജ്യങ്ങളിൽ ഉണ്ട്. അവർക്ക് 25% to 100% സ്കോളർഷിപ്പ് ബേസ്ഡ് ഓൺ ദെയർ മാർക്ക്. ഇത്രയും വലിയ സ്കോളർഷിപ്പ് ഈ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും അവർ എഴുതുന്ന SOPയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പെർഫോമൻസ്, അക്കാഡമിക് പെർഫോമൻസ് കണ്ടിട്ടാണ് ഇവർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാറ്. മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇന്റർവ്യൂസ് നമ്മുടെ SOP ബേസ് ചെയ്തിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. നന്നായി നമ്മൾ SOPs പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇന്റർവ്യൂ വേവർ വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഈ രാജ്യങ്ങളിലേക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ട്. ഇനി മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എഡ്യൂക്കേഷൻ അക്കാഡമിക് ഗ്യാപ്പ് ഏകദേശം 10 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ പോലും റിക്വയർഡ് ആയിട്ടുള്ള IELTS സ്കോറും വർക്ക് എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അക്കാഡമിക് ഗ്യാപ്പ് അവർ വേവ് ഓഫ് ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഇന്ന് മറ്റു പല രാജ്യങ്ങളും സ്പൗസ് വിസ എന്ന് പറഞ്ഞൊരു കാര്യം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്പൗസിനെയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകാനും സ്പൗസിന് അവിടെ ചെന്ന് വർക്ക് ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റീസും ഈ രാജ്യങ്ങളിലുണ്ട്. കുട്ടികൾക്ക് അവിടുത്തെ ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷൻ എൻജോയ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും കുട്ടികൾക്ക് കൊടുക്കുന്ന ബെനിഫിറ്റും നമുക്ക് അവിടെ നേടാൻ പറ്റും. പൊതുവെ ലിവിങ് എക്സ്പെൻസ് 45 ദിവസം സേവിങ്സ് ആയിട്ട് അക്കൗണ്ടിൽ കാണിക്കണം. അത് മാത്രമല്ല സ്പൗസ് വിസയോ അതുപോലെ തന്നെ കുട്ടികളുടെ വിസയ്ക്കോ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അതേ അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ടിൽ ഇവരുടെയും ലിവിങ് എക്സ്പെൻസ് 45 ദിവസത്തെ ബാലൻസ് സേവിങ്സ് ആയിട്ട് കാണിക്കണം. പ്രധാനമായിട്ടും ലോണോ അല്ലെങ്കിൽ FDയോ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ IT റിട്ടേൺസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് എങ്കിലും ഫയൽ ചെയ്ത ആളുകളാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം കൂടുതൽ എളുപ്പമായി കിട്ടും. അതുപോലെ തന്നെ ഈ സേവിങ്സ് അക്കൗണ്ടിലാണ് നമ്മൾ ഈ എമൗണ്ട് കാണിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പേരൻസിൻ്റെയോ അല്ലെങ്കിൽ ഫസ്റ്റ് റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വേണം ഈ അക്കൗണ്ടിലേക്ക് നമ്മളുടെ ഷോ മണി കാണിക്കുന്ന അക്കൗണ്ടിലേക്ക് പൈസ വരേണ്ടത് ആണ്. നിങ്ങളുടെ മാർക്കാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഒരു ഫാക്ടർ. 55% എബവ് മാർക്കുള്ള ആർക്കും കോഴ്സസ് അപ്ലൈ ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ടും ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുള്ളത് സ്വീഡനിലും നോർവേയിലുമാണ്. നമ്മളുടെ അക്കാഡമിക് ഗ്യാപ്പ് 16 ഇയേഴ്സിന് മുകളിൽ വേണം. നമ്മളുടെ കംപ്ലീറ്റ് അക്കാഡമിക് ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് 16 വർഷം ആണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലരും പല ഡിഗ്രി പ്രോഗ്രാംസും 3 ഇയർ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്മുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ 15 ഇയേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ കൺട്രീസിലേക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ 15, 16, 17 വർഷം ടോട്ടൽ അക്കാഡമിക്സ് ഉള്ള ഒരാളാണെങ്കിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് 55% എബവ് മാർക്കുള്ള വിത്ത് IELTS ഉള്ള ആളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും തന്നെ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലൊരു എക്സംഷൻ ഫിൻലൻഡിന്റെ കാര്യത്തിലാണ്. ഫിൻലാൻഡ് 15 ഇയേഴ്സ് ആയിട്ട് ഉള്ള അക്കാഡമിക് ആണെങ്കിലും ഫിൻലാൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ +2 കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും വിത്തിൻ 1 ഇയർ അവർക്ക് ഫിൻലൻഡിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ IELTS വേവറിനുള്ള ഓപ്ഷൻ ഇല്ല. അവർക്ക് IELTS എടുത്തേ പറ്റൂ. ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, പോസിബിൾ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ മറ്റ് എന്തെങ്കിലും കണ്ടന്റ് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇനി വരാൻ അപ്കമിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളതാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമോ ഒന്ന് കൺസിഡർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.